ബീഹാറിൽ വീണ്ടും ജെഡിയു ബിജെപി സഖ്യം അധികാരത്തിലേക്ക്. നിതീഷ് കുമാർ ഉടൻ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മുന്നണി മാറ്റത്തിലൂടെ എൻഡിഎ സർക്കാർ രൂപീകരിക്കുമെന്നും റിപ്പോർട്ട്. ചർച്ചകൾക്കും നാടകീയ നീക്കങ്ങൾക്കും ഒടുവിൽ ബീഹാറിൽ ജെഡിയു ബിജെപി സർക്കാർ അധികാരത്തിലെത്തുമെന്ന സൂചന ശക്തമായി. ബിജെപി പിന്തുണയിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാണ് ധാരണ. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്പീക്കർ സ്ഥാനവും ഉൾപ്പെടെ ബിജെപി പങ്കിടും. നിതീഷ് കുമാർ ഗവർണറെ കണ്ട് ഉടൻ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച വൈകിട്ടോടെ എൻഡിഎ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ ബീഹാറിൽ അധികാരത്തിലെത്തും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മുന്നണി മാറ്റത്തിലൂടെയുള്ള സർക്കാർ രൂപീകരണ നീക്കവും സജീവമാണ്. RJD മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി വകുപ്പുകൾ ബിജെപിക്ക് നൽകാനാണ് ആലോചന. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ, ഉപമുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണയിൽ അന്തിമ തീരുമാനം ഞായറാഴ്ച ഉണ്ടായേക്കും. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായാണ് വിവരം. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഫോണിൽ വിളിച്ചെങ്കിലും നിതീഷ് കുമാർ ഒഴിഞ്ഞുമാറി. അതിനിടെ ബീഹാറിൽ കോൺഗ്രസിന്റെ 10 MLA-മാരെ അടർത്തിമാറ്റാനുള്ള ശ്രമവും ബിജെപി ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന് തടയിടാൻ നിയമസഭാ കക്ഷി യോഗം പട്നയിൽ വിളിച്ചു ചേർത്തെങ്കിലും ഭൂരിഭാഗം MLA-മാർ എത്താത്തതും കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാക്കി. JDU പോയാലും മന്ത്രിസഭ നിലനിർത്താനുള്ള ചർച്ചകൾക്കായി RJD യോഗം വിളിച്ചെങ്കിലും തീരുമാനം കൈക്കൊള്ളാതെ പിരിഞ്ഞു. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ നിതീഷ് കുമാർ തന്നെ അടർത്തിയെടുക്കുന്നതിലൂടെ പ്രതിപക്ഷ ഐക്യം തകർക്കാനാവുമെന്ന കണക്കൂട്ടലാണ് ബിജെപി. മറുവശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിതീഷ് കുമാറിന്റെ മലക്കം പറച്ചിൽ ഇന്ത്യ സഖ്യ മുന്നേറ്റത്തിന് വലിയ തിരിച്ചടിയാകും. കൈരളി ന്യൂസ്, ദില്ലി.